നമസ്കാരം. ചൂടാറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. വെള്ളിയങ്കോട് പാലപ്പെട്ടി അമ്പലത്തിന് സമീപമാണ് അപകടം നടന്നത്. അപകടത്തിൽ ഇന്നോവ യാത്രക്കാരായ കുറ്റപ്പുറം തൃക്കാപ്പുരം സ്വദേശികളായ ചാമപ്പറമ്പിൽ സൈനബ, അഫ്സത്ത്, ഷെൻസ, അദാൻ, ഷഹസാൻ, അദിനാൻ എന്നിവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 13-കാരിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 11 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും വിധിച്ചു. ചോക്കാട് പഞ്ചായത്തിലെ കൂരാട് അയ്യപ്പനെയാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി എസ് സൂരജ് ശിക്ഷിച്ചത്. 2022 നവംബർ 9-നായിരുന്നു സംഭവം. പൊന്നാനി ദേശീയപാതയിൽ തവളക്കുളം പൂക്കൈത കടവിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികരും പുതുപൊന്നാനി സ്വദേശികളുമായ കൊല്ലത്ത് മുജീബ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. IOC ബോട്ടിലിംഗ് പ്ലാന്റിന്റെ പിറകുവശത്തുള്ള മതിലിടിഞ്ഞു. ആളഭയമില്ല. ശക്തമായ മഴയിൽ ചേളാരി ആലുങ്ങൽ റോഡിലേക്ക് IOC ഗ്യാസ് പ്ലാന്റിന്റെ വലിയ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകട സമയത്ത് വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി. കനത്ത മഴയും വെള്ളക്കെട്ടും കൊണ്ടോട്ടിൽ ഭീഷണിയാകുമ്പോൾ നഗരത്തിന്റെ ഓരം ചേർന്നുള്ള നീറാട് നെല്ലിക്കുന്ന് നിവാസികൾ കുടിവെള്ളത്തിനായി നാടലയുന്നു. ചീക്കോട് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെള്ളമെത്തിക്കാൻ പൈപ്പിടാൻ പ്രദേശത്തുള്ള റോഡ് വെട്ടിപ്പൊളിച്ചെന്നല്ലാതെ ഈ മഴക്കാലത്തും വെള്ളവും വഴിയുമില്ലാതെ വലയുകയാണ് നാട്ടുകാർ. പുതുതായി വാങ്ങിയ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റി നൽകാൻ 2,000 രൂപ കൈക്കൂലി വാങ്ങവെ നഗരസഭാ റവന്യൂ ഇൻസ്പെക്ടറെ വിജിലൻസ് പിടികൂടി. പെരിന്തൽമണ്ണ നഗരസഭയിലെ റവന്യൂ ഇൻസ്പെക്ടർ വളാഞ്ചേരി മെയിലാഞ്ചിപ്പറമ്പിൽ MP ഉണ്ണികൃഷ്ണനെയാണ് വിജിലൻസ് DYSP ഫിറോസും ഷഫീഖും സംഘവും പിടികൂടിയത്. സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള പരിശോധന പെരിന്തൽമണ്ണയിൽ തുടങ്ങി. 200ഓളം വാഹനങ്ങൾ പരിശോധിച്ചു. അപാകങ്ങൾ കണ്ടെത്തിയ 30 വാഹനങ്ങൾ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയച്ചു. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMC തുടർ അംഗീകാരത്തിന്റെ പശ്ചാത്തലത്തിൽ അവധിയെടുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ അധികൃതരുടെ നടപടിക്കെതിരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ പ്രതിഷേധിച്ചു. ഇതോടെ ചൂടാറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.